പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സർവശക്തനാം ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് യാദൃച്ഛികമായ ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇന്നിവിടെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇങ്ങനെ ഒരു സാവകാശം ദൈവം ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളോടും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സർവശക്തനാം ദൈവം അവിടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ഷേമത്തോട് ദൈവസന്നിധിയിൽ എല്ലാവരെയും കാണുവാൻ സ്തോത്രം. ദൈവം ഇവിടെ നിന്ന് സഹായിച്ചല്ലോ, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അല്പനേരത്തെ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ഡാനിയേൽ ചാപ്റ്റർ 10 വേഴ്സ് 12. ഡാനിയേൽ ചാപ്റ്റർ 10 വേഴ്സ് 12. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. ദാനിയേലേ ഭയപ്പെടണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാവരും അധരങ്ങളെ ചലിപ്പിച്ച് അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. മനസ്സ് വെച്ച ആ നിമിഷത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായി ദൈവസന്നിധിയിൽ ചില നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ദൈവത്തോട് ചോദിക്കത്താവേ എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിനൊരു മറുപടി ലഭിക്കുന്നില്ല? ഹല്ലേലൂയ, നാളുകൾ ഇത്രയായി, മാസങ്ങൾ ഇത്രയായി, എൻ്റെ വിഷയത്തിൻ്റെ മേലൊരു പ്രവൃത്തി കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഹൃദയം കൊണ്ട് വേദനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധനാം ദൈവത്തിന് അവരോട് പറയുവാനുള്ള ദൈവത്തിൻ്റെ ആലോചന ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 119-ാം സങ്കീർത്തനം അതിൻ്റെ 126 ഇങ്ങനെയാ പറയുന്നത്, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതെന്നോടുള്ള ഒരു ദൈവശബ്ദമാണെന്ന്? ചിലർ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരു ദൈവശബ്ദമാണ്, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. നിരന്തരമായി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ സമയമായെന്ന് പരിശുദ്ധനാം ദൈവം ഹല്ലേലൂയ ഈ പകൽക്കാലം ദൈവാലയത്തിന്റെ മധ്യത്തിൽ ദൈവജനത്തോട് ദൈവസഭയോട് ഈ ആലോചനയെ വിളിച്ചു പറഞ്ഞാൽ വിശ്വാസത്തോടെ ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്. ദൈവത്തിന് എൻ്റെ മേൽ, എന്നോട്, എൻ്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ സമയമായി. എൻ്റെ കാത്തിരിപ്പുകൾ വ്യർത്ഥമായില്ല, എൻ്റെ കാത്തിരിപ്പുകൾ വ്യർത്ഥമായില്ല, എൻ്റെ കാത്തിരിപ്പുകൾ വ്യർത്ഥമായില്ല, എൻ്റെ പ്രാർത്ഥനകൾ വ്യർത്ഥമായിട്ടില്ല, എൻ്റെ ഉപവാസങ്ങൾ വ്യർത്ഥമായിട്ടില്ല. ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ മന്ത്രിച്ചത് വെറുതെയാണ്. ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്ന്, ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന്, ആ വാഴ്ത്തത്വം നടക്കത്തില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഹല്ലേലൂയ ദുഷ്ടപിശാച് ഹല്ലേലൂയ മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിരാശജനകമായ സന്ദർഭങ്ങൾക്കകത്തുകൂടെ കടത്തിവിട്ടുകൊണ്ട് പ്രത്യാശകളെ നഷ്ടപ്പെടുത്തി കളയുവാൻ അന്ധകാര വ്യാപാരങ്ങൾ പദ്ധതിയിട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ് അത് ഹല്ലേലൂയ ദാവീദിനോട് മാത്രമല്ല, ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. അവസാനിച്ചെന്നല്ല, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടമായെന്നല്ല, ഇനിയൊരു വാതിൽ തുറക്കത്തില്ലെന്നല്ല, ഇനിയൊരു ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്നല്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നതേയുള്ളൂ. ആത്മശക്തിയോടെ ഈ ദൂതിനെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നിന്റെ വിഷയത്തിന്റെ മേലുള്ള എല്ലാ വഴികളും അടഞ്ഞെന്നല്ല, വഴികൾ തുറക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുമ്പോൾ വഴി അടഞ്ഞിട്ടില്ല, അത് പിശാച് പറയുന്നതാണ്. ഇനി ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ലെന്ന് പിശാച് പറയുകയാണ്. ഇനി സാധ്യതകളില്ലെന്ന് ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പറയുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൈവജനത്തെ നോക്കി പറയുന്നില്ല, അവസാനിച്ചിട്ടില്ല, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടേ ഉള്ളൂ.
ദൈവസഭയോടുള്ള വിഷയങ്ങളുടെ മേൽ, ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചു വരുന്ന വിഷയങ്ങളുടെ മേൽ, കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കരഞ്ഞു വരുന്ന വിഷയങ്ങളുടെ മേൽ, തലമുറയുടെ വിഷയങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ വിഷയങ്ങളുടെ മേൽ, വ്യക്തിപരമായ വിഷയത്തിന്റെ മേൽ, ശാരീരികമായ അവസ്ഥകളിൽ ഒരു വിടുതലിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് സ്പർശിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവസാനിച്ചിട്ടില്ല. ചിലത് ദൈവം തുറക്കുവാൻ പോകുന്നു. ചില വാതിലുകൾ ദൈവം തുറക്കുവാൻ പോകുന്നു. ചില ദൈവപ്രവർത്തികളെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നു. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കൊട്ടിയടച്ച വാതിലുകളെ പരിശുദ്ധനാം ദൈവം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പോലും നിരാശയുടെ വാക്കുകൾ കേട്ട് മനസ്സുകൾ മടുത്തിരിക്കുമ്പോൾ പരിശുദ്ധനാം ദൈവം ഇന്ന് പകൽക്കാലം മടുത്തിരിക്കുന്ന മനസ്സുകളെ നോക്കി വിളിച്ചു പറയുന്നു, നീ നിരാശപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. നിനക്ക് വേണ്ടിയിട്ടുള്ള വാതിലുകൾ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒന്നും അവസാനിച്ചിട്ടില്ല. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തു നിന്ന് എന്റെ ദൈവത്തിന്റെ കരം ചിലർക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുന്നു. കാലം ആരാധിച്ച് അല്പസമയം അധരങ്ങളെ ചലിപ്പിച്ച് അന്യഭാഷയുടെ ശക്തി അധരങ്ങളുടെ മേൽ പ്രാപിച്ച ദൈവജനങ്ങൾ ഹല്ലേലൂയ അന്യഭാഷയോടുകൂടെ അധരങ്ങളെ തട്ടി ഉടക രഗദ ശംദൽ ഖൗഡബദന തേരി അത്തൽ ക്ഷമന ധീരഗച്ചസിയ ഹടകൾ പ്രൗഢാരഗത്തല ശംദൽ ഖൗഡബദന റിവത്തര ജഗപ്രൗഢ മധുരഗച്ചസി. യേശുവിന്റെ നാമത്തിൽ ആ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളുടെ കലവറകൾ തുറക്കപ്പെടട്ടെ. നാളുകൾ പഴക്കമുള്ള ആലോചനകൾ നിവർത്തിപഥത്തിലേക്ക് കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ഇന്ന് പകൽക്കാലം ചിലത് ചിതറി മാറട്ടെ. മുമ്പോട്ട് വിടാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. വിശ്വാസത്തോടെ പറഞ്ഞ കർത്താവേ, എന്റെ കുടുംബത്തിനകത്ത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. കർത്താവേ, ഞാൻ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ പുറം മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ള സമയമാകുന്നു. മൈലുകൾക്കപ്പുറത്ത്, കിലോമീറ്ററുകൾക്കപ്പുറത്ത്, കടലുകൾക്കപ്പുറത്ത് എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറകൾക്ക് വേണ്ടി ചില ഹൃദയം ഓ റാബാ ശംദന ദൈവമേ, ഇപ്പോൾ നിനക്ക് പ്രവർത്തിക്കാൻ, എന്റെ തലമുറയോട് സംസാരിക്കാൻ, എന്റെ കർത്താവ് എനിക്ക് വിരോധമായി നിൽക്കുന്ന ചില മേലെഴുത്തുകളെ മായ്ക്കുവാൻ, എന്റെ മുമ്പോട്ടുള്ള ഗമനങ്ങൾക്ക് തടസ്സമായി വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടുവാൻ. ഓ ഏതെല്ലാം വിധത്തിൽ ശത്രുവായവൻ തടസ്സങ്ങൾ കൊണ്ടിട്ടാലും, ഏതെല്ലാം വിധത്തിൽ ശത്രുവായവൻ തടഞ്ഞു വെച്ചെന്നാലും, ദൈവത്തിന്റെ സമയമാകുമ്പോൾ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുമ്പോൾ എല്ലാ അസാധ്യതകളും സാധ്യതകളായി മാറും. എല്ലാ സംഭവങ്ങളും സംഭവിക്കുവാൻ തുടങ്ങും. ശത്രുവിന്റെ വെല്ലുവിളികൾ തകരുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചന്റെ പൊന്നുപാദത്തോട് ഇന്ന് പകൽക്കാലം അടുത്തു വരികയാണ്. ഇതിനകത്ത് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവോട് ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ആളിൽ വ്യക്തി ജീവിതങ്ങളെ, ഹൃദയങ്ങളെ, അവരുടെ വ്യക്തി വിഷയങ്ങളെ തൊട്ട് ഉണർത്തിക്കൊണ്ട് പരിശുദ്ധനാം ദൈവം അവിടെ നിന്ന് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ നിന്ന് ചലിക്കട്ടെ. എല്ലാ പോരുകളും ആരാധനയ്ക്ക് വിരോധമായി, ദൈവപ്രവർത്തിക്ക് വിരോധമായി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി, ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ദേശാധിപതി ശക്തികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശാസിച്ച് അതിന്റെ മീതെ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനാം ദൈവം ഇവിടെ നിന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാരംഭത്തിൽ ദൈവാത്മാവ് പറഞ്ഞ ആ വാക്യമുണ്ട്, 119 സങ്കീർത്തനം അതിന്റെ 126. ആ വാക്യത്തെ സ്തോത്രം വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തരുന്നു. ഉറപ്പിക്കുവാൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ആ ദൂതിനെ ഹല്ലേലൂയ സ്തോത്രം, ആ വാക്യത്തെ ഹല്ലേലൂയ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ദൂത് പറഞ്ഞ് വായിച്ച വാക്യത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ ആലോചനയെ അറിയിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. വായിച്ചേ, ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 34-ാമത് വാക്യം, അതിന്റെ 35-ാമത് വാക്യവും. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും താങ്ങാത്ത വണ്ണം കാറ്റ് അവയെ പറപ്പിച്ച് കൊണ്ടുപോയി. നോക്കിയേ 34-35 വാക്യത്തിനകത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ ദൂത് മാത്രമാണ്, ഒരു വലിയ സന്ദേശമാണ്. എങ്കിലും ദൈവാത്മാവ് ഹൃദയത്തിൽ തന്നതുകൊണ്ട് അത് ചിലരോടുള്ള ദൈവശബ്ദമായതുകൊണ്ട് ആ ദൂതിനെ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് വരികയാണ്. നോക്കി ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ഒന്നും കൂടെ 34-ാമത് വാക്യം വായിച്ചേ. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു. ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കണ്ടോ, വിവിധമാകുന്ന ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബത്തെ കണ്ടോ, ഈ പറഞ്ഞു വന്ന കല്ല് അതിനെ തകർത്തു കളഞ്ഞു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവൻ ദൈവം ആരംഭത്തിൽ പറഞ്ഞൊരു ദൂതുണ്ട്. ഇത് ദൈവത്തിന് ചിലരുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് ദാവീദിനോട് മാത്രമുള്ളതല്ല. വിശ്വസിച്ച് ആരെല്ലാം ഈ ദൂതിനെ ഏറ്റെടുക്കുന്നുണ്ടോ അവർക്കെല്ലാം പരിശുദ്ധനാം ദൈവത്തിന് അവരോടെല്ലാം പറയുവാനുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവിൽ നിന്ന് പകൽക്കാലം പറയുവാനുള്ള സന്ദേശം ഇതാണ്: ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. आज सुबह के समय परमेश्वर के चरणों पर बैठने के वक्त आपके हृदय में आपके देखकर पवित्र परमेश्वर को ये बोलना चाहता हूँ, हाले परमेश्वर आपके इधर लेकर आएगा। तो आज हालेलुया मीटिंग खत्म होने से पहले पवित्र परमेश्वर को आपके जीवन में कुछ ना कुछ करना चाहता हूँ। हालेलुया, आपको समर्पण करे, परमेश्वर से प्रार्थना करे, परमेश्वर आज का सभा समाप्त होने से पहले मेरे जीवन में एक बदलावट में चाहता हूं। परमेश्वर मेरे हालेलुया जीवन में जो परेशानी है, मेरे जीवन में जो दिक्कत है, कई सालों से कई महीनों से मैं आपके चरणों पर प्रार्थना करते हैं। परमेश्वर मुझे चंगाई चाहिए, मुझे छुटकारा चाहिए, मेरे घर के अवस्था को एक बदलावट चाहिए। आज आप हालेलुया इसी आशा के साथ आप परमेश्वर के चरणों पे तो विश्वास के साथ हालेलुया संदेशों को स्वीकार कीजिए। परमेश्वर को आपके देखकर एक बोलना चाहता हूं, हालेलुया परमेश्वर हालेलुया हालेलुया आज आपके जीवन में हालेलुया जो एक अद्भुत कार्य करने चाहता हूं। हालेलुया, हालेलुया विश्वास करने वाला ताली बजाते हुए हालेलुया इस परमेश्वर के संदेशों को स्वीकार करते हुए हालेलुया पवित्र पिता परमेश्वर को आपके जीवन में कार्य करने के लिए आपके समर्पण करते हुए थोड़ी समय परमेश्वर को आराधना करे। जो लोग आशा रखे परमेश्वर के चरणों पर आया है, आपके जैसे आया वैसे छोड़ने के लिए परमेश्वर नहीं चाहता हो। आप जैसे आया वैसे वापस नहीं जाएंगे। एक बदलावट आपके विषय में परमेश्वर जरूरत आपके जीवन में, आपके हालेलुया जीवन में परमेश्वर अद्भुत कार्य करने वाला है। विश्वास के साथ परमेश्वर को आराधना करे। हालेलुया, हालेलुया. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം. എങ്ങനെ പ്രവർത്തിക്കുന്ന അതിനാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചത്. എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. കൈ തൊടാതെ ഒരു കല്ല് എന്ത് ചെയ്യാണ്? പറഞ്ഞു വരികയാണ്. പറന്നു വരികയെന്നല്ല എഴുതിയിരിക്കുന്നത്, പറഞ്ഞു വരികയാണ്. വേദ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആത്മീയമായ ആ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ ആ കല്ലായി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. പറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനാം ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം ആരോ പറിച്ചു കൊണ്ടുവന്നു എന്നല്ല, അവ സ്വതവേ പറഞ്ഞു വന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പുറകിൽ ഒത്തിരി ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിവിധമാകുന്ന ലോഹങ്ങളാൽ പണിത് വെച്ചിരിക്കുന്ന ദൈവജനത്തിന് വിരുദ്ധമായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ബിംബത്തെ തകർക്കുക. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ യേശു ക്രിസ്തു ഇന്നത്തെ മീറ്റിംഗ് അവസാനിക്കുന്നതിനേക്കാൾ മുന്നമേ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില ബിംബാരാധന ശക്തികളെ, ചില ബിംബാരാധന ശക്തികളെ, ചില ജാതിക ആരാധന ശക്തികളെ വിശ്വസിക്കുന്നവർ, ചില മൂർത്തി ശക്തികളെ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം അതിനെ തകർക്കുകയാണ്. ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഗമനങ്ങൾക്ക്, ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവമക്കളുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ബിംബാരാധന ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കരം, അത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം.
മണ്ണിനെ അവകാശം പറഞ്ഞ്, വീടിനെ അവകാശം പറഞ്ഞ്, നിന്റെ ആരോഗ്യത്തെ അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഒരു വിധത്തിലും എഴുന്നേൽക്കുവാൻ അനുവദിക്കത്തില്ലെന്ന്, മുന്നേറുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ബിംബാരാധന ശക്തികളെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നിൽക്കുന്ന ഇസബേലിയ ശക്തികളെ പോലെ, ബാലിന്റെ ശക്തികളെ പോലെ, അശേര പ്രതിഷ്ഠകളെ പോലെ പകൽക്കാലം പറഞ്ഞേ, ആ ദൈവം, ആ കല്ല്, ആ ക്രിസ്തുവാകുന്ന മൂലക്കല്ല്, ക്രിസ്തുവാകുന്ന മൂലക്കല്ല് ഇത് പകൽക്കാലം ദൈവസഭയ്ക്ക് വിരോധം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ചിലതിനെ ദൈവം തകർക്കുകയാണ്. ചിലതിനെ ദൈവം തകർക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരികയാണ്. ഒരു മഹാപർവ്വതം പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ പാരമ്പര്യത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിലെ പലതിനെയും ബന്ധിച്ചു, പലതിനെ ഒതുക്കിക്കളഞ്ഞു. അതുപോലെ നിനക്കും എതിരെ ചെറുതും വലുതുമായ ചില പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചില നഷ്ടങ്ങൾ വരുത്തി, ചില വേദനകളെ ഒരുക്കി മുന്നേറാൻ അനുവദിക്കാതെ മനസ്സിനെ മടിപ്പിച്ചു കളയുന്ന ആ പാരമ്പര്യത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളെ തടയുന്ന അനുഗ്രഹങ്ങളെ തടയുന്ന പ്രാർത്ഥനയുടെ വിടുതലുകളെ തടയുന്ന യേശുവിന്റെ നാമത്തിൽ ആ കല്ലതിനെ തകർക്കട്ടെ. ക്രിസ്തുവാകുന്ന മൂലക്കല്ല് ബിംബാരാധന ശക്തികൾ തകരട്ട്. ഈ ദേശത്തിന്റെ മധ്യത്തിൽ വട്ടമിട്ട് പരുന്തിനെ പോലെ കറങ്ങുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പേരിന്റെ അവകാശം പറഞ്ഞ് ഈ ദേശത്തെ അവകാശം പറഞ്ഞു നിൽക്കുന്ന ജാതീയ പോരുകൾ പ്രതീക്ഷിക്കുന്നതിനൊത്തവണ്ണം പ്രതിഫലം ലഭിക്കുവാൻ അനുവദിക്കാതെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോകുന്ന മിഥ്യാന ശക്തികൾ കൊയ്ത്തുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ അപഹരിച്ചു കൊണ്ടുപോകുന്ന മിഥ്യാന ശക്തികൾ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കുന്നതിനൊത്തവണ്ണം കൊയ്ത്ത് ലഭിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നതിനൊത്തവണ്ണം വിടുതൽ ലഭിക്കുന്നില്ല. അതിനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ദേശത്തിന്റെ മേൽ ആധിപത്യം ചെലുത്തുവാൻ, അവകാശവാദം ചെലുത്തുവാൻ നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ അവകാശം പറയുന്ന, വ്യക്തികളെ അവകാശം പറയുന്ന, തലമുറകളെ അവകാശം, നിന്റെ നന്മകളെ അവകാശം പറഞ്ഞിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ. വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നാളുകളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. അതേ യഹോവേ, ഇത് അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. കാത്തിരിപ്പുകൾക്ക് വിരാമം ഇടട്ടപ്പച്ച. ഇന്ന് പകൽക്കാലം കാത്തിരിപ്പുകൾക്ക് വിരാമം സംഭവിക്കട്ടെ. വർഷങ്ങളുടെ കാത്തിരിപ്പുകളുടെ വിടുതലുകൾ ഇന്ന് പകൽക്കാലം റിലീസായി വരട്ടെ. ഇന്ന് പകൽക്കാലം പ്രാരംഭ സമയത്ത് പരിശുദ്ധനാം ദൈവത്തിന് പറയാനുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. ചില ജാതിക ബിംബശക്തികളെ, ചില ജാതികളുടെ ശക്തികളുടെ കരങ്ങളിൽ നിന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചു നിൽക്കുന്ന ചില ജാതികളുടെ ശക്തികളുടെ കരങ്ങളിൽ നിന്ന് വിവിധ ലോകങ്ങളാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബാരാധന ശക്തികളുടെ കരങ്ങളിൽ നിന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ കരങ്ങളിൽ നിന്ന് ചില വിടുതലുകളെ തട്ടിപ്പറിച്ചുകൊണ്ട് നിന്റെ കരങ്ങളിൽ എത്തേണ്ട വിടുതലുകളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി
പോയ ഇരുട്ടിന്റെ കരങ്ങളിൽ നിന്ന് ചിലതിനെ തകർത്തുകൊണ്ട് ദൈവം നേരിട്ടിറങ്ങി, ദൂതനെ അയച്ചുകൊണ്ടല്ല, എന്റെ ദൈവം നേരിട്ടിറങ്ങിക്കൊണ്ട് ചില ദൈവപ്രവർത്തികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനെ സ്തോത്രം ചെയ്തേ. താലി ബജാത്തെ परमेश्वर को धन्यवाद करे. अधरगधर गक्षसियारा आराज रेखेलिमाना तंत्र मंत्र को हालेलुया हर एक सैतानिक शक्तियों को विश्वास करने वाले के लिए हालेलुया काम करने वाले एक पवित्र पिता परमेश्वर है. आप विश्वास करे जो मूर्ति के शक्ति आपके भवन के खिलाफ रुका हुआ है, जो मूर्ति के शक्ति आपके खिलाफ रुका हुआ है, जो बंद हालेलुया आपके भवन में आप देखते रहते हैं, आज विश्वास करने के समय वो परमेश्वर मेरे लिए अद्भुत कार्य करेगा. ऐसे विश्वास करने के समय अद्भुत करने वाले एक परमेश्वर के उपस्थिति, वो परमेश्वर के बहुमूल्य सानिध्य हमारे बीच में है. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ ചിലതിനെ ഹല്ലേലൂയ സ്തോത്രം തകർക്കാൻ പോകുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദവും കൂടെ സ്ട്രൈക്ക് ആണ്. ഒത്തിരി പദങ്ങളുണ്ട്, ഒരു പദവും കൂടെ പറയാം. അവിടെ പറയുകയാണ്, അത് അവിടെ തങ്ങി നിൽക്കാൻ അനുവദിക്കാതെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ കോമ്പൗണ്ട് വിട്ട് പോകുന്നില്ല. അല്ലെ, താൽക്കാലിക വിടുതൽ ലഭിക്കുന്ന അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതിനേക്കാൾ മുന്നമേ തന്നെ അറ്റാക്കുകൾ വീണ്ടും സംഭവിക്കുന്നു, പ്രയാസങ്ങൾ അതുപോലെ കയറി വരുന്നു, പ്രാർത്ഥനയുടെ വിടുതലുകൾ നിൽക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാല സ്വർഗത്തിൽ നിന്നൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കരം ചലിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതിനെ അവിടെ ആ ഭവനത്തിൽ ഇനി തങ്ങാൻ അനുവദിക്കാതെ, ആലലി ആ ദേശത്ത് തങ്ങാൻ അനുവദിക്കാതെ, ഉടാരബ ശബ്ദ ചിലര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോ ദേശാധിപതി ശക്തികളുടെ ഇരിപ്പിടങ്ങൾ കുലുങ്ങും. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ബന്ധനങ്ങൾ അരിഞ്ഞു, കെട്ടുകൾ പൊട്ടി. അങ്ങനെ ഒരു കാരാഗ്രഹം ഇനി അവിടെ ഉണ്ടെന്ന് പോലും തെളിവില്ലാത്ത രീതിയിൽ ദൈവം അതിനെ അടപടലം ഹല്ലേലൂയ സ്തോത്രം തകർത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മീറ്റിംഗിന്റെ പ്രാരംഭ സമയത്ത് ദൈവ സഭയെ നോക്കി, ദൈവജനത്തെ നോക്കി ദൈവത്തിന് പറയാനുള്ള ഒന്നാമത്തെ ദൈവത്തിന്റെ ആലോചന ഇതാണ്. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ദൈവം എവിടെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? ചില ബിംബാരാധന ശക്തികളെ എൻ്റെ ദൈവം തകർത്തുകൊണ്ട്, ജാതികീയ പോരുകളെ എൻ്റെ ദൈവം തകർത്തുകൊണ്ട്, ദേശത്തിന്റെ മീതെ ആധിപത്യം ചെലുത്തിക്കൊണ്ട് നിൽക്കുന്ന ദൈവമക്കളുടെ അധ്വാനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർത്തുകൊണ്ട് ദൈവജനത്തിനും ദൈവസഭയ്ക്കും വിടുതൽ തരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവസഭ കേൾക്കെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന ആ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വിടുതൽ നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും ഇത് സന്ദർശിക്കണം, സ്പർശിക്കണമെന്നില്ല. എന്നാൽ ചിലരുടെയൊക്കെ അകത്തളങ്ങളിൽ ഇതെന്നോടുള്ള ദൈവശബ്ദമാണെന്നൊരു തോന്നൽ, ഒരു പ്രേരണ ഏറ്റെടുക്കണമെന്ന ദൈവാത്മാവിന്റെ ഒരു നിർബന്ധം നിങ്ങൾക്കൊരു പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതും ഈ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ നമ്മുടെ ഈ ഭൂപരപ്പിൽ സംഭവിക്കാൻ പോകുന്നതുമായ രാഷ്ട്രീയപരമായ പല പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത്. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം നോക്കി, തൻ്റെ നല്ല പ്രായത്തിൽ ദാനിയേൽ ഒരു പ്രവാസിയായി അടിമയായി ബാബിലോണിലേക്ക് ദാനിയേൽ കടന്നു വരികയാണ്. കടന്നു വരുന്ന ദാനിയേൽ ഹല്ലേലൂയ സ്തോത്രം ഏകദേശം ഒരു 80 വർഷത്തോളം ഹല്ലേലൂയ സ്തോത്രം താൻ ഹല്ലേലൂയ സ്തോത്രം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആ ദേശത്ത് പ്രവർത്തിക്കാൻ, തന്നെ ആക്കിയിരുന്നിടത്ത് തനിക്ക് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ,
സ്തോത്രം. എന്നാൽ തനിക്ക് ദൈവത്തിൽ നിന്നൊരു പ്രേര്, എൻ്റെ പ്രിയ പുരുഷൻ എന്ന പേര് തൻ്റെ ഇത്രയും കാലത്തെ ആത്മീയ ജീവിതം നയിച്ചത് മുഖാന്തരം തനിക്ക് ദൈവത്തിൽ നിന്നൊരു പേര് സമ്പാദിക്കുവാൻ കഴിഞ്ഞു. പ്രിയ പുരുഷൻ എന്ന പേര്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധനാം ദൈവത്തിന് നമ്മോട് പറയുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ദൈവിക സന്ദേശം ഇതാണ്. 40 കൊല്ലം, 10 കൊല്ലമാകട്ടെ, 20 കൊല്ലമാകട്ടെ, 30 കൊല്ലമാകട്ടെ, ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എന്നെ ദൈവം സഹായിച്ചതിന് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും പ്രശ്നങ്ങൾ വന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും കഷ്ടതകൾ വന്നിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ അപ്പച്ച കഴിഞ്ഞ 10 കൊല്ലമായി, 5 കൊല്ലമായി, 20 കൊല്ലമായി, 25 കൊല്ലമായി എന്നെ എൻ്റെ കുടുംബത്തെയും അങ്ങ് അവിടെ നിന്ന് സഹായിച്ചല്ലോ എന്ന് ഹല്ലേലൂയ സ്തോത്രം നിർത്തിയതിനായി നന്ദി. ഞങ്ങൾ നിന്നതല്ല, ഞങ്ങൾ അങ്ങ് നിർത്തിയതാണ്, ഒന്നും നേടിയതല്ല. എൻ്റെ ദൈവം തന്നതാണ്. ഒരു വഴികളും ഞങ്ങൾ തള്ളി തുറന്നതിൽ എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നതാണ്. ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപയാൽ ഞാനും എൻ്റെ തലമുറകളും ഈ പട്ടണത്തിൽ നശിച്ചു പോകാതെ ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഇത്രയും നാൾ നിൽക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ എന്ന് അകത്ത് ഉറപ്പുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞേ. നൽകി തന്ന വിടുതലുകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മക്കളുടെ വിവാഹങ്ങൾ നടന്നു, അതിന് നന്ദി പറഞ്ഞു. വഴി തുറന്നു നന്ദി പറഞ്ഞു. വീട് വെച്ചു നന്ദി പറഞ്ഞു. വാഹനം തന്നു നന്ദി പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇത്രത്തോളം പടക്കളത്തിൽ ശക്തന്മാരായ പലരും പട്ടുപോയപ്പോഴും ആ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ നിന്ന് അകന്നു പോകാതെ, തകർന്നു പോകാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാം ദൈവസന്നിധി നിൽക്കുവാൻ ഞങ്ങളെ ഇത്രത്തോളം അങ്ങ് അവിടെ നിന്ന് സഹായിച്ചതിനായി നന്ദി എന്ന് അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ആത്മീയ ജീവിതം നയിക്കാൻ, അങ്ങേ ആരാധിക്കാൻ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് തന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പലതിനും നന്ദി പറഞ്ഞിട്ടുണ്ട്, പലതിനും നന്ദി പറഞ്ഞിട്ടുണ്ട്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിച്ച് ഇത്രയും നാളും ഈ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കാൻ ഈ ദൈവം സഹായിച്ചത് കൊണ്ടല്ലേ, തെറ്റിപ്പോകാൻ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല, പിന്മാറിപ്പോകാൻ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല, ദൈവകൃപയിൽ അന്യപ്പെട്ടു പോകാൻ അവസരങ്ങൾ വരാത്തത് കൊണ്ടല്ല. ഉഡാമാന ശമന യോസഫിനെ അവസരങ്ങൾ മാടി വിളിച്ചതുപോലെ നിന്നെ മാടി വിളിച്ചു. യോസഫിനെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടതുപോലെ നിന്നെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടു. ആ സമയത്തും ദൈവം വചനത്തിലൂടെ, ദൈവിക സന്ദേശങ്ങളിലൂടെ, ദൈവദാസന്മാരിലൂടെ, ദർശനങ്ങളിലൂടെ നിന്നെ ബലപ്പെടുത്തി ശത്രു ഒരുക്കിയ ചതിക്കുഴികൾക്കകത്ത് വീണു പോകാൻ അനുവദിക്കാതെ ഈ പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. തോന്നലുകൾ, ചിന്തകൾ, വിചാരങ്ങൾ, മോഹങ്ങൾ ഒന്നും കടന്നു വരാത്തത് കൊണ്ടല്ലേ. ശക്തന്മാർ പലരും ഇതിനകത്ത് കുരുങ്ങിപ്പോയപ്പോൾ ഇതുപോലെ കുരുക്കി പിശാച് ശ്രമിക്കാത്തത് കൊണ്ടല്ലേ. എന്നാൽ ആ കുരുക്കിനകത്ത് അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ ഹല്ലേലൂയ എന്നെ താങ്ങിയൊരു ദൈവമുണ്ട്. ഈ ദൈവത്തെ തള്ളിപ്പറയാൻ അവസരങ്ങൾ വരാത്തത് കൊണ്ടല്ല. പകൽക്കാലം ഈ ദൈവത്തിന് നന്ദി പറഞ്ഞ് കൃപ അനുഭവിക്കാൻ കഴിഞ്ഞ 20 കൊല്ലമായി, കഴിഞ്ഞ നാളുകൾ കർത്താവേ 10 കൊല്ലമായി, 5 കൊല്ലമായി നിന്നെ രുചിച്ചറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ആ സാന്നിധ്യം അറിഞ്ഞു ദൈവസന്നിധിയിൽ പലരും പിന്തിരിക്കാൻ ശ്രമിച്ചു, പലരും വലച്ചു കളയാൻ ശ്രമിച്ചു, പലരും കുഴികളൊരുക്കി അതിനകത്ത് കെടുത്തിക്കളയാൻ ശ്രമിച്ചു, കുടുക്കിക്കളയാൻ ശ്രമിച്ചു. പക്ഷെ അതിലൊന്നും വീണു പോകാതെ ഇന്നും ഒരു ആത്മീയനായി ദൈവസന്നിധിയിൽ നിൽക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചതിന് നന്ദി. കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എല്ലാം ദൈവം മറുപടി തന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ സാക്ഷ്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ് നന്ദി പറയുക. എന്തിനു വേണ്ടി? ഇന്ന് വരെയും ഈ ദൈവകൃപയെ അനുഭവിച്ച് നിൽക്കാൻ ദൈവം സഹായിച്ചത്.
പിന്തിരിപ്പിക്കാൻ കഴിയുന്നത് പോലെയെല്ലാം ശ്രമിച്ചു. പക്ഷെ പിന്തിരിക്കാൻ ശ്രമിച്ചവർ ഈ ദൈവത്തിങ്കിലേക്ക് വന്നതല്ലാതെ ഈ ദൈവത്തിൽ നിന്ന് എന്നെ പറിച്ചു കൊണ്ടുപോകാൻ ഒരു ശക്തികൾക്കും എൻ്റെ ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല. പാരമ്പര്യ ശക്തികൾ ശ്രമിച്ചു, ദേശാധിപതി ശക്തികൾ ശ്രമിച്ചു, മാനുഷിക ശക്തികൾ ശ്രമിച്ചു, പലതരത്തിൽ വശീകരിക്കാൻ ശ്രമിച്ചു, പലതരത്തിൽ പാപം ജയിക്കുവാൻ ശ്രമിച്ചു, പലതരത്തിൽ ഹല്ലേലൂയ മോഹങ്ങളിൽ കുരുക്കിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ ആ കുരുക്കുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരാൻ എന്നെ സഹായിച്ച് ഇന്നും വിശുദ്ധിയോടെ വേർപാടോടെ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദൈവം അവിടെ നിന്ന് സഹായിച്ചതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഹരമനവ ശംദനാരഗതൻ. യേശുവിൻ്റെ നാമത്തിൽ ഇതിന് നമ്മൾ നന്ദി പറയണം. നമ്മൾ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. നമ്മളെക്കാളൊക്കെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശക്തിയോടെ പ്രയോജനപ്പെട്ട പ്രാർത്ഥനാവീരന്മാർ, ഹല്ലേലൂയ സ്തോത്രം, ശുശ്രൂഷകന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ പലരും ഇന്ന് ഹല്ലേലൂയ സ്തോത്രം തകർന്ന് പലരുടെയും പേര് ഹല്ലേലൂയ സ്തോത്രം പടക്കളത്തിൽ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിനകത്തായപ്പോഴും പറയാൻ ഒരു പ്രാഗൽഭ്യമില്ലാത്ത എന്നെയും നിങ്ങളെയും ഇന്നും ദൈവം ഇതുപോലെ നിർത്തുന്നില്ലേ? ഒത്തിരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേലും അല്പമായാലും ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലേ? അതിനാ ദൈവമല്ലേ നമ്മെ ബലപ്പെടുത്തിയത്, അതിനാ ദൈവമല്ലേ നമ്മെ സഹായിച്ചത്. റാഞ്ചി കൊണ്ടുപോകാൻ പിശാച് ശ്രമിച്ചപ്പോൾ വട്ടമിട്ട് കറങ്ങിയ പരുന്തിനെ പോലെ കറങ്ങിയ പിശാചിന് വിട്ടുകൊടുക്കാതെ, ഇസബേലിയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ, അന്ധകാര വ്യാപാരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ദലീല ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ ഇന്നും നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നിരാശകൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതോടുകൂടെ തകർന്നു പോകാൻ ഈ ദൈവം അനുവദിച്ചില്ല. അവിടെ നിന്ന് ദൈവം വീണ്ടും കയറ്റിക്കൊണ്ടുവന്നു. ആ ദൈവത്തിന് നന്ദി. പ്രാർത്ഥനകൾ പലപ്പോഴും കുറഞ്ഞുപോയി, പക്ഷെ വീണ്ടും ദൈവം തട്ടി ഉണർത്തി നമ്മെ പ്രാർത്ഥിപ്പിച്ചു. ആരാധിക്കാൻ അല്ലെങ്കിൽ മനസ്സില്ലാതെ പലപ്പോഴും നമ്മൾ തളർന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ദൈവം പ്രചോദനങ്ങൾ തന്നുകൊണ്ട് പഴയ ആരാധനയിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവന്നു. ഉടമന ഉപവസിക്കേണ്ടെന്ന ചിന്തകൾ അകത്ത് വന്നു. ചില ഉപവാസങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു. വീണ്ടും ദൈവം ദാസന്മാരുടെ ദൈവാത്മാവ് ഇടപെട്ടു. നമ്മൾ വീണ്ടും ശക്തിയോടെ ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ ദൈവത്തിന് നന്ദി പറയണം. കാരണം ആ ദൈവം നമ്മെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ എത്ര നാൾ നമ്മൾ ഒരു വർഷമായാലും ഇനി ഒരു ദിവസമായാലും ഈ ദൈവകൃപയെ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം, ദിവസവും നന്ദി പറയണം. ഹല്ലേലൂയ. 2, ഈ ദാനിയേലിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവം ദാനിയേലിനെ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്. ഒന്ന് വായിച്ചേ. നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക. ദാനിയേലേ, നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി കണ്ടോ? വരും. ദൈവം പറയുന്ന ഒരു പദമാണ്, നീ വിശ്രമിക്കുക. കാരണം എന്താ? കഴിഞ്ഞ 80 കൊല്ലമായി 97 വയസ്സോളം പ്രായമുള്ള ദാനിയേലിനെ നോക്കി ദൈവം പറയാ, നീ കഴിഞ്ഞ നീണ്ട 80 കൊല്ലമായി എനിക്ക് വേണ്ടി ശക്തമായി അധ്വാനിക്കുന്നു, നീ വിശ്രമിച്ചിട്ടില്ല. നീ എന്ത് ചെയ്യണം? വിശ്രമിക്കുക. ദൈവം പറയുകയാണ്, വിശ്രമം കൊടുക്കുകയാണ്. ദൈവസന്നിധിയിൽ വിശ്രമമില്ലാതെ അധ്വാനിക്കുവാൻ എനിക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധനാം ദൈവം ഇന്ന് നിനക്ക് വിശ്രമിക്കാൻ ഒത്തിരി സമയം ലഭിക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ വിശ്രമിക്കാൻ ആഗ്രഹിച്ചാൽ പോലും വിശ്രമം ലഭിക്കാത്ത രീതിയിൽ എൻ്റെ ദൈവം എന്നെ ശക്തമായി തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുന്ന ആയുധമാക്കി എൻ്റെ ദൈവം എന്നെ മാറ്റാൻ പോകുന്നു എന്ന് പരിശുദ്ധനാം ദൈവം ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി തലയിൽ കൈവച്ചില്ലെങ്കിലും സഹോദര, നിന്നോടുള്ള ദൈവദാസ, നിന്നോടുള്ള ദൈവദാസി, നിന്നോടുള്ള നിന്റെ ആഗ്രഹം അതാണ്. അതിനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുകയാണ്, വിശ്രമമില്ലാതെ ദാനിയേലോടിയതുപോലെ നിന്നെയും ദൈവം അത്തരത്തിൽ ശക്തമായി ധാരബാല ബൗഡബാല ശംദരാജഗദന
അന്തൽ കൗശാരകച്ചസി. അതിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ, മുമ്പോട്ടുള്ള ഗമനങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. നിന്റെ മുമ്പിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ദൈവം ഇന്ന് പറയാൻ മറുപടിയില്ല. ഇന്ന് പറയാൻ പലരോടും പറയാൻ മറുപടിയില്ല. തത്തിക്കളിച്ച പല വാക്കുകൾ പറഞ്ഞ് ആലെ തൊത്തിപ്പെരുത്തി രക്ഷപ്പെടുന്നതല്ലാതെ വ്യക്തമായൊരു മറുപടി നിനക്കില്ല. പക്ഷെ ദൈവം പറയുന്നു, നിന്നെ ദൈവം തിരക്കുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. विश्वास के साथ परमेश्वर को धन्यवाद करे. इस परमेश्वर को आराधना करने के लिए परमेश्वर ने आपके अवसर दिया है ना. अनेक लोग इस अवसर के लिए आशा रखा है, लेकिन उन लोगों को यह अवसर नहीं मिला है. लेकिन इस परमेश्वर के चरणों पर आज सुबह के समय आकर ये परमेश्वर के बहुमूल्य सानिध्य को महसूस करते हुए परमेश्वर को धन्यवाद करने के लिए एक अवसर परमेश्वर आपके जीवन में दिया है, तो उस परमेश्वर को धन्यवाद करना. परमेश्वर ऐसे एक मौके आपने मुझे मेरे जीवन में दिया, इसलिए धन्यवाद प्रभु परमेश्वर. मेरे हालेलुया भवन के अनेक लोगों को इस अवसर नहीं मिला है. हालेलुया मेरे मित्रों के अनेक लोगों को ये अवसर नहीं मिला है परमेश्वर, लेकिन आपने मुझे चुना है, आपने मुझे चुना है, आपने मेरे जीवन में इस अवसर को दिया है. इसलिए मैं परमेश्वर को कोटि कोटि धन्यवाद करता हूँ. हालेलुया बीते दिनों में आप परमेश्वर को धन्यवाद किया, जो परमेश्वर ने आपके जीवन में आपके प्रार्थना को उत्तर देने के कारण धन्यवाद किया है. लेकिन आज परमेश्वर को धन्यवाद करो, इस परमेश्वर को आराधना करने के लिए दिया हुआ मिला हुआ अवसर के लिए परमेश्वर को धन्यवाद करें. हालेलुया. हालेलुया. केवल अद्भुत के लिए नहीं है, केवल अनुग्रह के लिए नहीं है, केवल आशीषों के लिए नहीं है. हम परमेश्वर को धन्यवाद करने, किसके लिए धन्यवाद करना? इस परमेश्वर को सेवा करने के लिए, आराधना करने के लिए, उनके उपस्थिति में बैठने के लिए, उनके बहुमूल्य सानिध्य को महसूस करने के लिए. हालेलुया. पवित्र लोगों के बीच में बैठकर इस परमेश्वर को धन्यवाद करने के लिए. हाले परमेश्वर ऐसे एक कलीसिया को दिया, ऐसे को झुंड में मुझे लेकर आया. हालेलुया. स्तोत्र भजन को सुनने के लिए अवसर दिया, इसलिए उस परमेश्वर को धन्यवाद करें. हालेलुया. 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 വിശ്രമമില്ലാത്ത രീതിയിൽ നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നോക്കിയേ, അവിടെ പറയും, നീ ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. കണ്ടോ, ദാനിയേലിനോട് പറയാ, നീ ഇത്രയും കഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി ഹോരാർത്ഥം അധ്വാനിച്ചു, പകലെന്നില്ല രാത്രിയെന്നില്ല. ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടവനാ, നീ ഇനി പോയി വിശ്രമിച്ചോ. ഹല്ലേലൂയ. പോകുന്നതിന് മുന്നമേ ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് കുറച്ച് അനുഗ്രഹം തരാന്നല്ല, ഞാൻ ഒരു ദിവസം നിന്നെ മടക്കി വിളിക്കും, ഓഹരി തരാൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ഭക്തനായി ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ നന്മകളും കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഭക്തിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉത്തരം തന്ന് നമ്മെ അനുഗ്രഹിക്കണമെന്നില്ല. പക്ഷെ ഈ വചനത്തിൽ നിന്ന് ദൈവാത്മാവിന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനത്തെ നോക്കി പറയാൻ ഒരു ദൂതുണ്ട്. നിന്നെ വിളിക്കുന്ന, പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, നിനക്ക് ഓഹരി തരുന്ന ഒരു ദിവസമുണ്ട്, സകലരുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലേലും പ്രത്യാശ ഇവിടെയുള്ളതിലായി പോകരുത്. ദാനിയേലിനെ മടക്കി വിളിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ദാനിയേലിന് ഓഹരി കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ വില കൊടുത്ത് നിൽക്കുന്നവരെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന മെറ്റീരിയൽ തിങ്സ് അല്ല, അതിനപ്പുറമായി ചില സ്വർഗീയമായ ഓഹരികൾ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദാനിയേലേ, നീ കയറി വന്ന് ഇത്രത്തോളം എനിക്ക് വേണ്ടി ചെയ്തില്ല, അതുകൊണ്ട് നിനക്കൊരു ബംഗ്ലാവ് തരാമെന്നോ ഒരു ബെൻസ് തരാമെന്നോ BMW തരാമെന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തരാമെന്നല്ല. കാനാവസ് നീ ഇപ്പൊ പോയി വിശ്രമിച്ചോ. പക്ഷെ ഒരു സമയം വരുന്നുണ്ട്, അന്ന് ഞാൻ നിന്നെ വിളിക്കും. നീ ഈ ഭൂപരപ്പിൽ കഷ്ടപ്പെട്ടില്ലേ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ വില കൊടുത്ത് നിന്നില്ലേ, സിംഹക്കുഴിയിൽ ഇടുമെന്ന് പറഞ്ഞപ്പോഴും തീച്ചൂളയുടെ നടുവിലിട്ടപ്പോഴും പതറാതെ ക്രിസ്തുവിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നീ നിന്നില്ലേ. നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ നിനക്കൊന്നും ലഭിച്ചില്ലെങ്കിലും നീ നിരാശപ്പെടണ്ട. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവരോട് ദൈവം പറയുന്നു, പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഇവിടെ നന്മ കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്. ആഗ്രഹിച്ചതുപോലെ, പ്രതീക്ഷിച്ചതുപോലെ വാതിലുകൾ തുറന്നില്ലെങ്കിലും നീ നിരാശപ്പെട്ടു പോകരുത്. വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്, വേർപാട് നഷ്ടപ്പെടുത്തരുത്, വചനവിരുദ്ധമായി ജീവിതത്തെ നയിക്കരുത്. നിന്നെ വിളിക്കുന്ന, നിന്നെ മാനിക്കുന്ന, നിന്നെ ആദരിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന് നന്ദി പറയണം. എന്തിനാ? ഈ ദൈവസന്നിധിയിൽ വിളിച്ച അന്ന് മുതൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഈ ദൈവസന്നിധിയിൽ നിൽക്കാൻ എന്നെ മാത്രമല്ല, എൻ്റെ തലമുറകളെ, എൻ്റെ കൊച്ചുമക്കളെയൊക്കെ ദൈവം സഹായിച്ചെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയണം. കാരണം നമ്മളെക്കാൾ ശക്തന്മാർ പലരും പരാജയപ്പെട്ടു പോയി. രണ്ട് ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം ഇതാണ്. എന്താ? അല്ലെങ്കിൽ ഇവിടത്തെ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമാണ്, വീട് ആവശ്യമാണ്, വാഹനം ആവശ്യമാണ്, നന്മകൾ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ബന്ധുക്കളുടെ മധ്യത്തിൽ ആദരിക്കപ്പെടും, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഒരു പക്ഷേ കിട്ടിയില്ല എന്ന് വന്നാലും ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിച്ചില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. മാനിക്കുന്നൊരു ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ആ പ്രത്യാശ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നത്. എന്താ നീ എന്നെ മറന്നേ? എന്താ നീ എന്നെ കൈവിട്ടേ? എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരാത്തെ? എന്താ എൻ്റെ കുഞ്ഞിനെ നീ അനുഗ്രഹിക്കാത്തെ? ഈ ചോദ്യങ്ങൾ വരുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്നാൽ ഒരുവന്റെ അകത്ത് എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ കൂടെ വന്നവർ പലരും ഒരുപക്ഷേ ഹല്ലേലൂയ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം. അത് കണ്ട് നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ലെന്ന് വിലയിരുത്തരുത്. ഉടമ രമണ ശമന അന്തൽ കൗടമതരകച്ചസിയാന അതാരകൾ പ്രൗഢമതരകച്ചസിയാന. ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്. എന്നെ നിന്ദിച്ചുവെങ്കിൽ നിന്നെയും നിന്ദിക്ക്. ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചെങ്കിൽ നിനക്കതിലധികം. ഇത് പറഞ്ഞ കർത്താവ് നമ്മെ വിളിച്ച് കാറ് തരാമെന്നും വീട് തരാമെന്നും മക്കളെ അമേരിക്കയിലോ കാനഡയിലോ UK-യിലോ കൊണ്ടുപോകാമെന്നും ധനവാന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്നും സമ്പത്തുകളെ വർദ്ധിപ്പിക്കാമെന്നും ഇതൊക്കെ കിട്ടിയാൽ നന്ദി പറഞ്ഞു. പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തരുത്, വേർപാടിനെ നഷ്ടപ്പെടുത്തരുത്. ഇതിനപ്പുറത്ത് നിന്നെ വിളിച്ചാദരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നിന്റെ സമപ്രായക്കാർ ഒരുപക്ഷെ നീ ഇന്ന് സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും കണ്ട് നീ നിരാശപ്പെടണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. മാത്യു ചാപ്റ്റർ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോൽ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശു കർത്താവ് ഏകദേശം 30 കൊല്ലത്തോളം തന്റെ പിതാവിന്, തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അനന്തരം സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ അനന്തരം സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ അനുഗ്രഹിച്ചു എന്നല്ല, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മെ നോക്കി ദൈവം പറയേണ്ടത് നമ്മെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം എന്നെ നോക്കിയിട്ട് എൻ്റെ ദൈവം പറയണം പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കുന്നേ
പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് ദൈവം വഴി തുറന്നു, എന്നെ ദൈവം മാനിച്ചു എന്നൊക്കെ പറയുന്നതാണ് വലിയ കാര്യമല്ല. ഹല്ലേലൂയ. ദൈവപ്രസാദം ഒരുവന്റെ മേൽ ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്ക് ചിലപ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ തരും. യാക്കോബിനോട് 2 പ്രാവശ്യം നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. തൻ്റെ അപ്പനെ കബളിപ്പിച്ച്, തൻ്റെ സഹോദരനെ കബളിപ്പിച്ച്, തൻ്റെ അമ്മ പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെട്ടവൻ തിരിച്ച് മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അവനോട് ചോദിക്കുന്നു, നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ 20 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് അവൻ തൻ്റെ പേര് സത്യസന്ധതയോടെ പറയുന്നത്, ഞാൻ യാക്കോബാകുന്നു. അപ്പൻ ചോദിച്ചു, കള്ളം പറഞ്ഞ് സാഹചര്യങ്ങൾ മൊത്തം അവൻ കള്ളത്തരം പറഞ്ഞ് നാട്ടിലും വീട്ടിലും നിൽക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ സ്തോത്രം സഞ്ചാരിയായി അവൻ പലയിടങ്ങളിലേക്ക് കടന്നുപോയി. എന്നാൽ 20 കൊല്ലം അവൻ ഒരു 20 കൊല്ലത്തിൽ ഒരിക്കൽ പോലും തൻ്റെ അപ്പനോടോ തൻ്റെ സഹോദരനോട് വന്ന് പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ പറ്റിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന്. 20 കൊല്ലത്തിന് ശേഷം സംഭവിച്ചതല്ല, 20 കൊല്ലം വരെയും യാക്കോബ് മമ്രയുടെ തോപ്പിൽ ദൈവം അവനെ തൊടുന്നത് വരെയും, അവിടെ വെച്ച് അവൻ സത്യം പറയുന്നത് വരെയും, അതുവരെയും അവൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ എൻ്റെ അപ്പനെ പറ്റിച്ചു, ഞാൻ എൻ്റെ സഹോദരനെ, എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ കബളിപ്പിച്ചു എന്ന് അവൻ ഒരിക്കൽ പോലും കുറ്റബോധത്തോടെ പറഞ്ഞിട്ടില്ല. പക്ഷെ 20 കൊല്ലം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു വടിയുമായി പോയി എന്നെ ഇപ്പോൾ കൂട്ടം രണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ സത്യസന്ധതയോടെ ജീവിച്ചാൽ മാത്രമേ നന്മ ലഭിക്കൂ എന്നില്ല. ദൈവപ്രസാദം ഉണ്ടെങ്കിലേ നന്മ ലഭിക്കൂ എന്നുള്ളില്ല. നിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദമില്ലെങ്കിലും, എൻ്റെ മേൽ ദൈവത്തിന്റെ പ്രസാദമില്ലെങ്കിലും എനിക്ക് നന്മ ലഭിക്കും. ആ ലഭിക്കുന്ന നന്മ വെച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ശരിയാണെന്നൊരു വ്യക്തി പോലും വിലമതിക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, അപ്പാ എൻ്റെ നന്മയെ നോക്കി, എൻ്റെ മക്കൾ ദൈവം അനുഗ്രഹിച്ചതിനെ നോക്കി, എനിക്ക് വഴി തുറന്നതിനെ നോക്കി ഞാൻ പറയരുത്, എൻ്റെ ദൈവം എന്നെ നിന്നെ ദൈവം അനുഗ്രഹിച്ചു, ശരിയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ പറയാൻ കഴിയുമോ, കഴിഞ്ഞ 30 കൊല്ലത്തെ ആത്മീയ ജീവിതത്തെ, 10 കൊല്ലത്തെ ആത്മീയ ജീവിതത്തെ നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ കഴിയുമോ, യവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഗെനസരേത്ത് നദിക്കരയിൽ കടന്ന പടകിൽ ഒന്നിൽ കയറി. അത് പത്രോസിന്റെ പടകായിരുന്നു. അവനോട് പറഞ്ഞ് ആഴത്തിലേക്ക് വലവീശാൻ. അവൻ ദൈവശബ്ദം കേട്ട് വലവീശി. പടക് നിറയുവോളം, കൂടെ നിന്നവരുടെ പടകും നിറയുവോളം അവൻ മത്സ്യം കൊണ്ട് നിറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിച്ചിട്ട് ഒരു പരൽമീന് പോലും കിട്ടാത്തവനാണ്. പക്ഷെ ഇപ്പോൾ അവന്റെ പടക് മാത്രമല്ല, കൂടെയുള്ള പടകുകളെയും നിറയ്ക്കത്തക്ക രീതിയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവന് വേണ്ടി വഴികൾ തുറന്നു കൊടുത്തു. പക്ഷേ അത് ലഭിച്ചതിനന്തരം പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. അപ്പോൾ അവൻ പാപിയായിരുന്നപ്പോഴാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത്. നമ്മുടെ വാഹനത്തെ കണ്ട്, നമ്മുടെ നന്മകളെ കണ്ട്, നമ്മുടെ അനുഗ്രഹങ്ങളെ കണ്ട്, നമ്മുടെ ബാങ്കിലെ ബാലൻസിനെ കണ്ട്, നമുക്ക് മാസം ലഭിക്കുന്ന സാലറിയെ കണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തരുത്. അവർക്ക് ലഭിച്ചതിനേക്കാൾ നന്മ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധനാകണമെന്നില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞ് എൻ്റെ വ്യക്തി ജീവിതത്തെ നോക്കിയിട്ട്, രഹസ്യ ജീവിതത്തെ നോക്കിയിട്ട്, ആത്മീയ ജീവിതത്തെ നോക്കിയിട്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് എന്നെ നോക്കി പറയാൻ കഴിയുമോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, എവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷം തരുന്നൊരു ദൂതായിരിക്കണമെന്നില്ല. എൻ്റെ ഉണ്ടായിരുന്ന ദൂത് അതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ദിശയിലേക്ക് ദൈവത്തിൻ്റെ ആലോചന, നമ്മളെ ദൈവം അനുഗ്രഹിക്കും, പക്ഷേ അതാകരുത് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഇനി നോക്കിയേ, ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ
പറയുന്ന വാക്യം, എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്? 4-ാം അധ്യായം 1-ാമത് വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടും. കണ്ടോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ ദൈവഹിതത്തിനകത്ത് നിൽക്കുന്ന യേശു ക്രിസ്തു അടുത്ത് പറയുകയാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ, നീ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരാം. നീ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ ശോധനകൾ വരാം. നീ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാം. നീ ദൈവഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും നിന്റെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് വരാം. ഇത് കാണുമ്പോൾ നീ ചിന്തിക്കരുത്, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നിന്നെ മറന്നുപോയെന്ന്. ദൈവഹിതത്തിനകത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്നല്ല വചനം പറയുന്നത്. പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ കയറി വന്നെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടു പോകരുത്. വാഴ്ത്തത്തം തന്ന ദൈവം കൂടെയുണ്ട്. ആ ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയായി കൂടെയുള്ള ദൈവം എന്റെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധി എന്നെ തകർക്കാനല്ല, ഈ പ്രതികൂലം എന്നെ മുക്കിക്കളയാനല്ല, ഇതിനപ്പുറത്തൊരു വിടുതൽ എനിക്ക് വേണ്ടി എന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലോ, ഇത്രയും ആരാധിച്ചിട്ട് എനിക്ക് പ്രശ്നമോ, ഇത്രത്തോളം ഉപവസിച്ചിട്ട് ഒരു വിടുതലില്ലേ? എന്താ ഇനി ഇതിന് വേണ്ടി ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ദൈവമേ, ഞാൻ എന്താ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? പല ചോദ്യങ്ങൾ നമ്മുടെ അകത്തേക്ക് വരാം. പക്ഷെ ഇന്ന് പകൽക്കാലം അത്തരത്തിലെ ചിന്തകൾ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധനാം ദൈവം അവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നീ നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി നീ എൻ്റെ ഹിതത്തിനകത്ത് നിൽക്കുമ്പോഴും ഉണ്ട്. ഇത് നിന്നെ തകർക്കാനല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ഇന്നത്തെ ഈ പ്രതികൂലം നിന്റെ നന്മയാണ്. ഇന്നത്തെ ഈ പ്രതിസന്ധി നിന്റെ അനുഗ്രഹമാണ്. നീ പ്രതീക്ഷിക്കാത്ത ചിലതിലേക്ക് ദൈവം നിന്നെ മൂവ് ചെയ്യുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ചില വാതിലുകളിലേക്ക് നിന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ നിന്നെ ചില മണ്ഡലങ്ങളിൽ കൊണ്ട് ഉറപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് നിന്നെ തകർക്കാനല്ല, ചില മേഖലകളിൽ ഉറപ്പിക്കുന്ന സമയങ്ങൾ ആഗതമായിട്ടുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഒഴുകി ഒഴുകി എങ്ങോട്ടെന്നറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഭയപ്പെടണ്ട. നീ ഭയപ്പെടണ്ട. എന്നിൽ ആശ്രയിച്ചോ, എന്നിൽ വിശ്വസിച്ചോ. നിന്നെ ഇളക്കാൻ കഴിയാത്തൊരു പർവ്വതത്തെ വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിച്ചു, ദൈവശബ്ദങ്ങളെ മുറുകെ പിടിച്ചു, ആലോചനകളെ മുറുകെ പിടിച്ചു, ദൈവത്തിന്റെ ദൂതനെ മുറുകെ പിടിച്ചു. അത് സംഭവിക്കാൻ സമയമായി. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഓ ശബരബലബല അധരബലബല ശംദരബലബല അധുരബലബല ശിഖരബലബല ധിരവനബലബല അക്ഷര ജാരക രീഗല ഗൗഷമനാഥര രിഗദ ജഗദ മനദ റബല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമക്ക് കുരുക്കുകൾ അഴിയട്ടെ, കുരുക്കുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരട്ടെ, കുരുക്കിയിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരട്ടെ, കുരുക്കിയിട്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവത്തിന് വേണ്ടി ചിലത് പ്രയോജനപ്പെടട്ടെ, അതിനുള്ള അവസരങ്ങൾ തുറക്കപ്പെടട്ടെ, ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ. हालेलुया। यीशु मसीह के धोकर परमेश्वर पिता परमेश्वर ने बताया, हालेलुया, तुझ पर मैं प्रसन्न किया है। हालेलुया। आज हमें देखकर परमेश्वर ऐसे प्रसन्न होना चाहिए। हमारे आत्मिक जीवन को देखकर, हमारे व्यक्तिगत जीवन को देखकर, हमारे आले जीवन के हर एक मेघला को देखकर परमेश्वर हमें भी देखकर ऐसे कहना है, हालेलुया, मैं तुझे प्रसन्न करता हूं। हालेलुया। ये मेरे प्रिय पुत्र, ये मेरे प्रिय पुत्री, ऐसे परमेश्वर हमें बुलाकर, हालेलुया, इस दुनिया के मटेरियल आशीषों को पीछे हम नहीं जाना है। हालेलुया। जो हमें जरूरत है हमें देने के लिए हमारा परमेश्वर विश्वास योग्य परमेश्वर है, लेकिन उससे भी बढ़कर, हालेलुया, हमारे आशा ये होना चाहिए, मेरे जीवन हर एक कदम मेरे परमेश्वर को प्रसन्न होना चाहिए। हुडाबा शमदना, मेरे जीवन के हर एक कदम को देखकर परमेश्वर दुख ना होना चाहिए, परमेश्वर प्रसन्न होना चाहिए। मेरे बातों को सुनकर, हालेलुया, मेरे हृदय के सोच को
देखकर मेरा परमेश्वर प्रसन्न होना चाहिए। इसलिए परमेश्वर से प्रार्थना करे, कलीसिया में आने से फायदा नहीं है, परमेश्वर मेरे जीवन में एक बदलाव आना चाहिए। आप जो चाहता है उसके मुझे समर्पण करता हूं परमेश्वर। ऐसे आज सुबह के समय समर्पण करेगा तो परमेश्वर आपसे देकर मैं बोलना चाहता हूं, हालेलुया। हो परमेश्वर आपके जीवन में कार्य करने के समय आ चुका है। जिन्होंने निर्णय लेता है, जिन्होंने समर्पण करते हैं, उनके लिए कार्य करने वाले एक परमेश्वर। फुडामाना वाला बा सथार गदना झोरा लबा, ये बाइबल के पूरे पढ़ा नहीं होगा, हालेलुया। इसके कोई आवश्यक, जो आपको समझ में आया है उसके अनुसार समर्पण करे। मेरे जीवन को देखकर मेरा परमेश्वर को प्रसन्न होना चाहिए, हालेलुया। आपके जीवन में समस्या है, आपके जीवन में रोग है, आपके जीवन में शायद हालेलुया 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 बहुत सारे प्रश्न होगा, लेकिन हालेलुया हाले वो सारे एक विषय से हमें हाले छुटकारा देने वाला एक परमेश्वर की उपस्थिति में आया है। लेकिन परमेश्वर से हम ये चाहता हूं मुझे चंगाई चाहिए, परमेश्वर से हम ये चाहता हूं मुझे छुटकारा चाहिए, परमेश्वर से हम ये चाहता हूं परमेश्वर मुझे आशीष करना है। लेकिन वही परमेश्वर हमसे भी ये चाहता हूं परमेश्वर के वचन के आधार पर हम जीना है। जिएगा तो हमारे अवस्था को बदलेंगे, जिएगा तो हमारे हालेलुया हालेलुया जो कष्टों को क्लेश जो हम जिस परिस्थिति में हम चलते रहते हैं उस परिस्थिति को बदलावट देने के लिए वो परमेश्वर विश्वास योग्य परमेश्वर है। हालेलुया हालेलुया। परमेश्वर ये चाहता हूं आपको समर्पण करो, वचन के आधार पर जियो, अद्भुत के पीछे ना भागना, आशीषों के पीछे ना भागना। ऐसे प्रचार करने वाले बहुत सारे लोग इनके पीछे ना भागना। इधर हालेलुया इधर के हाले नाशूर आने वाला हारे मटेरियल आशीषों के पीछे ना जाना। हमें आशीष चाहिए, हमें अनुग्रह चाहिए, वो समय पर हमारे जरूरतों को देखकर करने वाला परमेश्वर है। परमेश्वर हमें इसलिए बुलाया आशीष के लिए नहीं है, परमेश्वर में इसलिए बुलाया है उनके साथ युगा युग उनके साथ रहने के लिए। वो ये परमेश्वर की आशा। हालेलुया हालेलुया। ഓക്കേ, ദൈവം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ദൈവം ദാനിയേലിനെ നോക്കി ആലലി പറയുകയാണ്, ദാനിയേലേ നീ എൻ്റെ, അവൻ സമ്പാദിച്ചൊരു പേരാണ്. അടുത്ത 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദാനിയേൽ ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്ത് തന്നെ തന്നെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുത്ത് തന്നെ തന്നെ ഒരുക്കുന്നവന് വേണ്ടി ദൈവം തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരും. അവന് വേണ്ടി സിംഹത്തിന്റെ വായടയ്ക്കും, അവന് വേണ്ടി തീയുടെ ബലത്തെ കെടുത്തും. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ചിലരെ നോക്കി പരിശുദ്ധനാം ദൈവത്തിന് ഒരുങ്ങാൻ തയ്യാറാണോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്നാപകയോഹന്നാനെ കുറിച്ച് പറയുകയാണ്, ഒരുങ്ങിയിരിക്കുന്നവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് യവനെ ഞാൻ ഹല്ലേലൂയ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരുങ്ങിയിരിക്കുന്നവർ ഒരുങ്ങേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ഒരുങ്ങാതിരിക്കുന്നവർ എത്രമാത്രം തങ്ങളെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ നോക്കി ഇതാണ് ആഗ്രഹിക്കുന്നത്. എവിടെയൊക്കെ ഒരുങ്ങി തുടങ്ങിയതാ, പക്ഷെ ഒരുക്കങ്ങൾ എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം ആ തീരുമാനത്തിലേക്ക് മടങ്ങി വാ. നിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ഉറച്ച തീരുമാനങ്ങൾ എടുക്ക. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഓ ശമാന ധാരാളവ. സഹോദര, നിനക്ക് എന്താ തീരുമാനം എടുക്കാൻ പറ്റാത്തത്? കുഞ്ഞെ, നിനക്ക് എന്താ തീരുമാനമെടുക്കാൻ പറ്റാത്തത്? 1-ാം അധ്യായത്തിൽ ഭക്തൻ തീരുമാനമെടുത്തപ്പോൾ അടുത്ത അധ്യായങ്ങൾ മുതൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരാൻ, അവനെ മാനിക്കാൻ, അവന്റെ അവസ്ഥകളെ മാറ്റാൻ എന്റെ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ നിൽക്കുന്നത് 1-ാം അധ്യായത്തിനകത്താണ്. ഒരു തീരുമാനമെടുത്ത് നിന്നെ തന്നെ ഒരുക്കുക, കർത്താവിന്റെ മണവാട്ടിയായി നിന്നെ സമർപ്പിക്കുക. ഓ ഇപ്പോഴും നീ സ്റ്റാർട്ടിംഗ് പോയിന്റില്ല. 2 വർഷമായി ചർച്ചിലായിരിക്കാം, 3 വർഷമായി ചർച്ചിലായിരിക്കാം, പക്ഷെ ഇപ്പോഴും നീ സ്റ്റാർട്ടിംഗ് പോയിന്റില്ല. നിനക്ക് വേണ്ടി വാതിൽ തുറക്കണമോ? നീ ഒരു തീരുമാനമെടുക്ക. അടുത്ത മൂമെന്റിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഓ
പാസ്റ്റർ തീരുമാനിച്ചത് കൊണ്ട് കാര്യമായില്ല. സഹോദരങ്ങൾ തീരുമാനിച്ചത് കൊണ്ട്, സഹോദരിമാർ തീരുമാനിച്ചത് കൊണ്ട്, അവർ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമായില്ല. ഇന്ന് പകൽ നിനക്ക് ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ? നിനക്ക് ആഗ്രഹിച്ച് ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാ. ഒരു തീരുമാനം. രാജാവിന്റെ ഭോജനം കൊണ്ടോ അവന്റെ പാനീയം കൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. ഈ ബിംബത്തെ വീണ് നമസ്കരിക്കുകയില്ല. രാജാവ് പറയുന്നതല്ല, ദൈവം പറയുന്നത് ഞങ്ങൾ കേൾക്കും. അവന് വേണ്ടി തീയുടെ ബലത്തെ ദൈവം കെടുത്തും. 7 മടങ്ങല്ല, 70 മടങ്ങല്ല, ഇനി എത്ര മടങ്ങ് അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ നിന്റെ ശരീരത്തിലെ, നിന്റെ തലയിലെ, നിന്റെ കരത്തിലെ ഒരു രോമത്തെ പോലും ആ തീയുടെ ശക്തിക്ക് എരിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് നിന്നെ വെടിവെക്കുക. ഹോറിമാന ശാതേരിമാന. തീരുമാനം വേണം. ഇന്ന് പകൽക്കാലം ഒരുങ്ങിയിരിക്കുന്നവർ തങ്ങളെ തന്നെ വീണ്ടും ഒരുക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരുങ്ങാതെ ഇരിക്കുന്ന ചിലരെ ദൈവാത്മാവ് ഇതിനകത്ത് കാണുന്നുണ്ട്. ചർച്ചിനകത്താണ്, പ്രാർത്ഥനയ്ക്കകത്താണ്, ആരാധനയ്ക്കകത്താണ്. തലയിൽ കൈവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് നിയോഗം തരുന്ന ഡയറക്ഷൻ ആ രീതിയിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആരുടെയും മധ്യത്തിൽ തല കൈവച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഹൃദയത്തെ നോക്കി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, സമർപ്പിച്ച് നീ മുമ്പോട്ട് വാ, ഏൽപ്പിച്ചു കൊടുത്ത് മുമ്പോട്ട് വാ. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്നത് നീ മാത്രമല്ല, ചില രാജാക്കന്മാരും കാണാൻ പോവുകയാണ്, വമ്പന്മാർ കാണാൻ പോവുകയാണ്. യവന്റെ ദൈവത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞവൻ തന്നെ അവിടെ നിന്ന് നിയമത്തെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇനി ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരും ആരാധിക്കരുത്. ഓ, അത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. ആർക്ക് വേണ്ടി? തന്നെ തന്നെ ഒരുക്കുന്നവന് വേണ്ടി നിയമത്തെ മാറ്റൂ. ഓ ശബരമന ധരാലബലബലബ അക്ഷരാ ജഗദര ഗൗഷവദന. കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നവന് വേണ്ടിയിട്ടല്ല, ഒഴുക്കിനനുസരിച്ച് നീന്തവന് വേണ്ടിയിട്ടല്ല. ഒഴുക്കിനെതിരായി നീന്തുന്ന മത്സ്യത്തെ പോലെ, കടലിൽ കടന്നിട്ട് ഉപ്പ് ശരീരത്തിലേൽക്കാത്ത മത്സ്യത്തെ പോലെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? 3-ാം അധ്യായത്തിൽ രാജാവ് കൽപ്പന പ്രകടിപ്പിക്കുന്നത് എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹല്ലേലൂയ ബിംബത്തെ ആരാധിക്കാത്തവനെ ഹല്ലേലൂയ സ്തോത്രം തീച്ചൂളയ്ക്കകത്തിട്ട് കളയും. പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുക. ഈ നിയമം എന്തിനാ കൊണ്ടുവന്നേ? എല്ലാവരെയും ബാധിക്കാനല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ പൂട്ടാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവഹിതത്തിനകത്ത് നിൽക്കുന്നവനെ പൂട്ടാൻ വേണ്ടി ഏതെല്ലാം രാജ്യവും രാജാക്കന്മാരും ഏതെല്ലാം അധികാരികൾ ശ്രമങ്ങൾ നടത്തിയാലും അവരെ നോക്കി ആ വിഷയത്തിന്റെ മധ്യത്തിലിരിക്കുന്നവരെ നോക്കി ദൈവം പറയുക, നിനക്ക് വേണ്ടി അനുകൂലമാക്കിയ നിയമത്തെ, ആരാണോ പ്രതികൂലമായ നിയമം ഉണ്ടാക്കിയത് അവനെ കൊണ്ട് തന്നെ അനുകൂലമായ നിയമത്തെ ഉണ്ടാക്കാൻ, അവനെ തന്നെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ, അതിനെ തന്നെ നിനക്ക് അനുകൂലമായ വിഷയമാക്കി മാറ്റാൻ, അതിനകത്ത് തന്നെ നിനക്കൊരു വാതിൽ തുറന്നു തരാൻ ഈ ദൈവത്തിന് കഴിയും. നീ പരാജയപ്പെട്ടു പോയെടുത്ത് തന്നെ നിനക്ക് ജയം തരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ മനസ്സുമടുത്തു. നീ പരാജയപ്പെട്ടു, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞ അതേ മേഖലയിൽ തന്നെ നിനക്ക് ജയം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ മറ്റൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ, നെബൂഖദ്നേസർ രാജാവ് അവന്റെ കാലിൽ വീണു എന്ന്. ചക്രവർത്തി ആരെ കാലിൽ വീണു? അടിമയായി പ്രവാസിയായി കടന്നു വന്നവന്റെ മുമ്പിൽ വീണു കിടന്നു. എത്ര വലിയ ശക്തികൾ ഇന്ന് നിനക്ക് പ്രതികൂലമായി നിന്നാലും എൻ്റെ ദൈവം പറയുന്നു, അതിനെ ദൈവം നിനക്ക് അനുകൂലമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യത്തിൻ്റെ അകത്തുനിന്ന് ഒരു ദൂതും കൂടെ പറഞ്ഞ് ഈ സന്ദേശത്തെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം കുത്തിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിനോട് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു വാക്കാണ്. ആ വാക്കാണ് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി തന്നത്. അവിടെ വായിച്ച ആ വാക്യം വായിച്ച് അതിനകത്തൊരു ദൂത് പറഞ്ഞ് അത് ആരാധിച്ച് വിടുതൽ പ്രാപിച്ചെടുത്താൽ
ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ നടക്കും. വായിച്ചേ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം തന്നെ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. കണ്ടോ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ട് മറുപടി അയച്ചിരിക്കുന്നു. 21 ദിവസം കഴിഞ്ഞിട്ടെന്നല്ല, ആദ്യ ദിവസം നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച് തീരുമാനം എടുത്ത് വന്നില്ലേ? ആ തീരുമാനം എടുത്തു വന്നപ്പോഴേ ഞാൻ അതിൻ്റെ മേൽ ഉത്തരം അയച്ചു. ദാനിയേൽ, ഹല്ലേലൂയ. ഒരു കാര്യം തിരിച്ചറിയുക, പിശാചിന് ഒരു കാര്യം അറിയാം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് അവന് തടുക്കാൻ പറ്റത്തില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നടത്തുവാൻ വിശ്വസ്തനാണ്. അതിനെ, ദൈവത്തിൻ്റെ പ്ലാനിനെ അവന് തകർക്കാൻ പറ്റത്തില്ല. പക്ഷേ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വാഗ്ദത്തങ്ങളെ അവൻ വൈകിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടികൾ കരത്തിലെത്തുന്നതിന് ദൈർഘ്യം ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ പറയാം, നമ്മൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എങ്ങനെ സംഭവിക്കും? നമ്മളെക്കാൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച ദാനിയേലിന് സംഭവിച്ചു. ഹല്ലേലൂയ. പൗലോസ് എടുത്ത് പറയുകയാണ്, ഞാൻ 2 വട്ടം നിങ്ങളുടെ ഇടയിൽ കടന്നു വരുവാൻ ശ്രമിച്ചു, എന്നാൽ പിശാച് തടഞ്ഞു. അപ്പോ ഹല്ലേലൂയ, അവന് നശിപ്പിക്കാൻ കഴിഞ്ഞു. അവൻ അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കരത്തിനകത്ത് വിടുതൽ വരും. പക്ഷേ അവൻ ഹല്ലേലൂയ, വിടുതൽ വരുമെന്നറിഞ്ഞിട്ടും അവൻ മാക്സിമം ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവമക്കളുടെ വിടുതലുകളെ ഇന്ന് നടക്കേണ്ടതിനെ കംസേ കം നാളത്തേക്കെങ്കിലും വലിച്ചു നീക്കുക. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, നിങ്ങൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയുടെ മറുപടികൾ സാക്ഷനായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കരത്തിലെത്താതെ എവിടെയൊക്കെ തടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞു വിട്ട സന്ദേശം ഇതാണ്: അങ്ങനെ തടയുന്ന ചില വ്യാപാരങ്ങളെ വെട്ടിവീഴ്ത്താൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ അധികാരങ്ങൾ ഇതിനകത്ത് പകർന്നു തന്നുകൊണ്ട് നിന്റെ തലമുറയുടെ അനുഗ്രഹങ്ങളെ, വാഴ്ത്തത്തങ്ങളുടെ, നിന്റെ നന്മകളെ, അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇനി അനുവദിച്ചുകൂടാ. നീ ഉപവസിച്ചിട്ടും നിന്റെ കരത്തിൽ ചില വിടുതലെത്താതെ, നീ പ്രാർത്ഥിച്ചിട്ടും ചില വിടുതലുകൾ എത്താതെ അതിനെ വൈകിപ്പിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതികൾ 400 വർഷം അടിമയായിരിക്കും. എന്നാൽ വചനം വായിക്കുമ്പോൾ കഴിയുന്നു 430 വർഷം ആ മിസ്രൈമിൽ, 30 വർഷം കൂടുതൽ ആ മിസ്രൈമിൽ അവർ തങ്ങേണ്ടതായി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആരംഭം മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം എല്ലാവരും അധരങ്ങളെ ചലിപ്പിച്ച് പ്രാർത്ഥിച്ച്, ഇന്നാളിൽ വായ്ത്തത്വങ്ങളെ വൈകിപ്പിക്കുന്ന, ദൈവത്തിന്റെ ആലോചനകളെ വൈകിപ്പിക്കുന്ന, ദൈവം പറഞ്ഞ ഡേറ്റിട്ട് പറഞ്ഞ ദൂതുകൾ പലതും ആ സമയത്ത് നടക്കാൻ അനുവദിക്കാതെ അതിനെ വൈകിപ്പിക്കുന്ന, 2023 നടക്കേണ്ടത് 24 നടക്കേണ്ടത് 25 നടക്കേണ്ടത് 26 നടക്കാതെ, വാഴ്ത്തത്വങ്ങളെ വൈകിപ്പിക്കുന്ന വ്യാപാരങ്ങൾ പൊളിയട്ടെ. ദൈവത്തിന്റെ ആലോചനകളെ വൈകിപ്പിക്കുന്ന, അതിനെ പ്രാപിച്ചെടുക്കുവാൻ അനുമതി യേശുവിന്റെ നാമത്തിൽ ആ പോര് പൊട്ടിമാറും. യേശുവിന്റെ നാമത്തിൽ വാഴ്ത്തത്വങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ ആലോചനകൾ വെളിപ്പെട്ടു വരട്ടെ. ദൈവമക്കളോട് ദൂതുകൾ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വഴിമാറട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന നിയമങ്ങൾ, പുത്തൻ റൂളുകൾ, പുത്തൻ നിയമങ്ങൾ ദിവസം പ്രതി മാറ്റിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക പ്ലാനുകളും ദൈവമക്കളെ തടയുക, അവരുടെ വഴി തടയുക, അവരുടെ നന്മകളെ തടയുക. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള നസ്രേനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനയുടെ, ദൈവസഭയുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടഞ്ഞു വെച്ചിരിക്കുന്ന വ്യാപാരത്തെ വചനമെന്ന വാളൂരി ഇന്ന് പകൽക്കാലം ഞങ്ങൾ വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. എത്തേണ്ട സ്ഥാനങ്ങളിലേക്ക്, എത്തേണ്ട ഇടങ്ങളിലേക്ക്, പ്രാപിക്കേണ്ട നന്മകളിലേക്ക്, ലഭിക്കേണ്ട വാഴ്ത്തത്വങ്ങളിലേക്ക് അങ്ങയുടെ ജനം ഇന്ന് പകൽക്കാലം ചുവട് വെക്കട്ടെ. തലമുറയുടെ വാഴ്ത്തത്വങ്ങൾ, തലമുറയെ കുറിച്ചുള്ള ദൈവിക വാഴ്ത്തത്വങ്ങൾ, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ പുറകിലോട്ട് വലിപ്പിക്കുന്ന സമയത്തെ വൈകിപ്പിക്കുന്ന ഫറവോന്യ ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
വിടാ മനസ്സില്ലാതെ മുമ്പോട്ടൊരു അടിവെക്കാൻ അനുവദിക്കാതെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഫറവോന്യ ശക്തികൾ, പാസ്യ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പാരമ്പര്യത്തിന്റെ കേട്ടുകൾ, ദൈവപ്രവർത്തികൾ, ദൈവിക വിടുതലുകളെ വൈകിപ്പിക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വ്യക്തികൾ റീസാകട്ടെ, കുടുംബങ്ങൾ റീസാകട്ടെ, പോരാട്ടങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നവർ പുറത്തു വരട്ടെ.